ആശാനെ ഒരു ഡൗട്ട്. നിനക്കൊക്കെ എന്നാണ് ഡൗട്ട് ഇല്ലാത്തത്? നമ്മൾ ഈ ബോഡി ബിൽഡിംഗ് ചെയ്യുമ്പോഴേ ബോഡി കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെക്കുമല്ല, വയ്ക്കും. ആ ബോഡി അങ്ങനെ തന്നെ കാണോ? ഇല്ല, ബോഡി ബിൽഡിംഗ് കഴിഞ്ഞിട്ട് എല്ലാ ബോഡി ബിൽഡേഴ്സും ബോഡി കൊണ്ടുപോയി കുഴിച്ചിടും. കളിയാക്കല്ലേ ആശാനെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ കോമ്പറ്റീഷൻ ടൈമിൽ കട്ട് ചെയ്യണ ബോഡി അതേപോലെ തന്നെ പിന്നെയും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്നല്ലേ നീ ചോദിച്ചത്? അത് തന്നെ ആശാനെ, അങ്ങനെ പറ്റുമോ? പറ്റാത്തത്. പക്ഷേ നീ കട്ടിംഗ് ടൈമിൽ എന്തൊക്കെ ചെയ്തോ അതുപോലെ ഫുഡും പ്രോട്ടീനും കൊടുത്ത് കറക്റ്റ് ആയിട്ട് വർക്കൗട്ടും ചെയ്താൽ നിനക്ക് ആ ബോഡി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ ഒരുപാട് ചെലവാവില്ല ആശാനെ? സ്വന്തം ബോഡിക്കും ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ ചെലവാക്കണതിൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ എത്രയും രൂപ കൊണ്ട് വെറുതെ കളയും. അല്ലാതെ ഈ കട്ട് ചെയ്യണം അതുപോലെ ഇരിക്കാൻ ഒരു വഴിയില്ല ആശാനെ. കട്ടിയെന്നല്ല ഫ്രീസറിൽ കയറ്റി വെച്ചാൽ മതി, കുറച്ചാൾ ഇരിക്കും. ഈ ചെലവില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ ആശാനെ? എടേ, നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവൂലേ. ഇപ്പൊ ഉദാഹരണത്തിന് നീ ഒരു വീട് വെച്ച് അതിൽ കൂടിയ പെയിന്റ് അടിച്ച് ആ പെയിന്റ് അങ്ങനെ തന്നെ ഇരിക്കാനാണോ പോണത്? ഇല്ല. ഇനി നിൽക്കണമെങ്കിൽ തന്നെ വീട് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലും എത്രയെന്ന് പറഞ്ഞ് നീ മെയിൻറ്റെയിൻ ചെയ്യും. അത് ശരിയാണ്. ഇനി മെയിൻറ്റെയിൻ ചെയ്ത് പോയെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ആ പറഞ്ഞാലും കാര്യമുണ്ടോ ആശാനെ? കാര്യം ഉള്ളതുകൊണ്ടാണ് ഈ പറയണത്. ഇപ്പൊ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആണെങ്കിൽ പോലും അവർക്ക് കൊണ്ട് 2 പ്രോസസ്സ്. ആദ്യം നന്നായിട്ട് ഗെയിൻ ചെയ്യണം, പിന്നെ അതിനെ കട്ട് ചെയ്ത് കോമ്പറ്റീഷൻ ചെയ്യണം. അല്ലാതെ നീയൊക്കെ വിചാരിക്കും പോലെ ഉള്ള കാലം മൊത്തം ഒരു ബോഡി ബിൽഡർ ഒരേ ബോഡി തന്നെ ജീവിക്കൂല. ഇപ്പൊ ഉദാഹരണത്തിന് നീ ഒരു പുതിയ വീട് വെച്ച്, പണ്ടൊരു വണ്ടിയുടെ ഉദാഹരണം പറഞ്ഞ ഓർമ്മയുണ്ട? ഉദാഹരണത്തിന് നീ ഒരു വണ്ടി എടുത്തെന്ന് അവന്റെ ഉദാഹരണം നീ വണ്ടി കൊണ്ടുവന്ന് നിന്നെ കത്തി വണ്ടി കത്തി ഉണ്ട്. അതുകൊണ്ട് ഉദാഹരണം നമുക്ക് പിന്നെ പറഞ്ഞാൽ പോരെ? മതി മതി, പിന്നെ മതി.